പ്രതിപക്ഷ നേതാവിനെ വീണ്ടും വെല്ലുവിളിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ തനിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിട്ട് 84 ദിവസം പിന്നിട്ടു. ഇതുവരെ ഒരു കീറക്കടലാസ് പോലും പ്രതിപക്ഷ നേതാവിന് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നും ഫേസ്ബുക്കിലൂടെ കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. ജിബിൻ JB കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഇതിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മുൻ മന്ത്രിയെ ഇങ്ങനെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചതൊക്കെ തന്നെ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ്. അതിനിടെയാണ് പ്രതിപക്ഷ നേതാവിനെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ മുന്നിലേക്ക് വരുന്നത്. ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഇനി അങ്ങോട്ടും പ്രതീക്ഷിക്കാം, അല്ലേ? അത് തന്നെയാണ് സന്ധ്യ. ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ആരംഭിച്ചതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും കഴക്കൂട്ടം MLAയും അതായത് ഈ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിലെ ദേശവകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തമ്മിലുള്ള വാക്പോര് അന്ന് മുതൽ ആരംഭിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസ് ഇപ്പോൾ കോടതിയിൽ നിൽക്കുകയാണ്. ആ കോടതിയിൽ പോലും കടകംപള്ളിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരുന്നു, അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിനു ശേഷം വീണ്ടും പ്രതിപക്ഷ നേതാവ് തന്റെ പേര് ഉന്നയിക്കുകയാണ്. അത് പ്രതിപക്ഷ നേതാവിനോട് മതിയാക്കണമെന്ന് കടകംപള്ളിയുടെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് VD സതീശനോട് ചോദിച്ചതിന് ശേഷം മാത്രമേ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിക്കൂ എന്നാണ് അന്ന് അഭിഭാഷകൻ കോടതിയിൽ, അതായത് VD സതീശന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ FB പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് തനിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിട്ട് ഇപ്പോൾ 84 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും തനിക്കെതിരെയുള്ള യാതൊരുവിധ തെളിവും പ്രതിപക്ഷ നേതാവിന് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കൂടി കടകംപള്ളി പറയണം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രനെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെ കടകംപള്ളിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്നതിന് വേണ്ടി, സ്വർണ്ണം കൈമാറാൻ വേണ്ടി കടകംപള്ളി ഒരു കത്ത് എഴുതി നൽകിയെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് മാത്രമല്ല, കടകംപള്ളിയുടെ മണ്ഡലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത് വീട് വെച്ചിരുന്നു എന്ന തരത്തിലൊക്കെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം കൃത്യമായി മറുപടി കൂടി കടകംപള്ളി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുകയാണ്. അത്തരത്തിലൊരു കത്ത് ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നും കടകംപള്ളി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ.